നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് മൊത്തത്തിൽ കാത്തിരുന്ന കാത്തിരിപ്പിന്റെ വിരാമം എന്ന് പറഞ്ഞതുപോലെ നായകൻ എത്തിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നു. കുന്നത്തൂർ വാർഡിൽ ഒരു വശത്ത് ആർപ്പ് വിളിയും സ്വീകരണവും ഒക്കെ ഉണ്ട്, മറുവശത്ത് പ്രതിഷേധവും ഉണ്ട്. രണ്ട് വാക്കിൽ ഒതുക്കിക്കൊണ്ട് ജനങ്ങളുടെ പ്രിയപ്പെട്ട നായകൻ എത്തുന്നു. എല്ലാം കോടതി നോക്കിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോകുന്നു. ഇത് മതിയോ മറുപടി? എനിക്ക് വലിയ രസകരമായിട്ട് തോന്നിയത്, ഏത് പോലീസാണോ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനിരുന്നത് ആ പോലീസിന്റെ കവചമൊരുക്കിയാണ് ഇന്ന് രാഹുൽ ഒരുപക്ഷെ വോട്ട് ചെയ്യാനിരുന്നത്. എന്തെല്ലാം മറിമായങ്ങൾ, എന്തെല്ലാം കാണണം എന്നുള്ളതാണ്. രാഹുൽ എത്തുമെന്ന് തന്നെ അറിയാമായിരുന്നു. കാരണം വോട്ട് എന്ന് പറയുന്ന ഒരു പൗരന്റെ അവകാശമാണ്. പക്ഷെ അതിലും രസകരമായിട്ട് തോന്നിയത്, ഈ പറഞ്ഞതുപോലെ ഏത് പോലീസാണോ വളഞ്ഞിട്ട് പിടിക്കാൻ ഈ 13 ദിവസം ശ്രമിച്ചത്, അതേ പോലീസിന്റെ സംരക്ഷണയിൽ ഇന്ന് MLA വന്ന് വോട്ട് കുത്തുന്ന ദൃശ്യം ഇന്ന് മാധ്യമങ്ങളിലൂടെ കാണാൻ കഴിഞ്ഞു. ഇതോടെ മാധ്യമ വിചാരണയ്ക്ക് ഒരു സമാപ്തി ആകുമോ എന്നുള്ള അറിയില്ല. ഏതായാലും മാധ്യമങ്ങൾ പുറകെ നടക്കുന്ന എന്തെങ്കിലും ഒരു വാക്ക് കിട്ടുമോ എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം. ഈ ഒരു വിഷയം വന്നപ്പം തന്നെ വളരെ പക്വതയോടുകൂടിയാണ് രാഹുൽ ഓരോ നീക്കവും നടത്തുന്നത്, പക്വതയോടുകൂടിയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു രാഹുലിന്റെ പല വിജയങ്ങളും രാഹുൽ കരസ്ഥമാക്കുന്നത്. ഈ പറയുന്നത് പോലെ ഇന്നിപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞ് കോടതിയിൽ ഇരിക്കുന്ന കേസാണ്, ഞാൻ കോടതിയിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, അവിടെ ഞാൻ എന്തൊക്കെയാണോ കൊടുക്കാനുള്ള കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്, കോടതി തീരുമാനം. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. കോടതിയിലെ മുന്നിലുള്ള കേസാണ്, കോടതി നോക്കിക്കോളൂ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതാ അതിന്റെ അർത്ഥം എന്താണ്? കോടതിയിൽ ഇരിക്കുന്ന, ഞാൻ കോടതിയിൽ തെളിവുകൾ കൊടുത്തിട്ടുണ്ട്, കോടതിയിൽ ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്, ഇനി കോടതി പറയും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതിന് പക്ഷെ ഈ ഒരു അർത്ഥം വേണമുണ്ട്, മാധ്യമങ്ങളൊന്നും ഇതിൽ ഇടപെടേണ്ട, കോടതി. അത് തന്നെയാണ്, അത് തന്നെ ഞാനും പറയുന്നത്. അതെ, നമ്മള് ഈ പറഞ്ഞ ഇനി കൂടുതൽ എന്റെ പുറകെ നടക്കണ്ട, എനിക്ക് നിങ്ങളോടൊന്നും അല്ല പറയാനുള്ളത്, ഇനി എനിക്ക് നേരെ കോടതിയിലൂടെ പറയാനും നീതി ദേവതയുടെ മുമ്പിലാണ് പറയാൻ. പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്വം രാഹുൽ മാങ്കൂട്ടത്തിന് അല്ല, അത് ചെയ്തത് തെറ്റല്ല. അല്ല, അതിന് സമയമുണ്ട്, അതിന് ഈ പറയുന്നത് പോലെ കോൺഗ്രസിന്റെ കാര്യത്തിൽ തന്നെ കോൺഗ്രസ് ആദ്യം മുതൽ എടുത്ത ഈ എടുത്തുചാട്ടമുള്ള നടപടി, ഇതിനെല്ലാം ഒരു സമയമുണ്ട്. നമ്മളിപ്പോൾ ഇപ്പൊ കോടതി പരിധിയിൽ ഒരിക്കുന്ന കേസ് ഇപ്പോൾ ഒരു മാധ്യമ വിചാരണയിലേക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാനുള്ളത് ഇപ്പം ജനങ്ങളുടെ മുന്നിൽ അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല. അത് കോടതിയിൽ ഇരിക്കുന്ന ആ കേസിനെ ബാധിക്കുന്ന തരത്തിൽ എന്തെങ്കിലും അദ്ദേഹം വാ തുറന്ന് പറഞ്ഞു പോയാൽ ചിലപ്പോൾ അതിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, മാധ്യമങ്ങൾക്കിട്ടുള്ള കൊട്ട എനിക്ക് നിങ്ങളോടൊക്കെ ഒന്നും ഇനി സംസാരിക്കല്ല, എനിക്ക് ജനങ്ങളോടും കോടതിയോടും പറയാനുള്ളൂ, അത് നേരിടും എന്നുള്ളത്. പക്ഷെ എനിക്ക് സംസാരിക്കാനില്ലെന്ന് പറയുമ്പോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഓരോ വീട്ടിലും കയറി ഇറങ്ങിയിട്ട് പറയൂ. അല്ല, ഇന്ന് സോഷ്യൽ മീഡിയ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു പ്രൊഫൈലുണ്ട്. രാഹുൽ മാങ്കൂട്ടം വിളിക്കും മാധ്യമങ്ങളെ, ജനങ്ങളോട് സംസാരിക്കണം, രാഹുൽ മാങ്കൂട്ടത്തിന് ജനങ്ങളിലേക്ക് എത്തിക്കാം. ജനങ്ങളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് ജനങ്ങളിലേക്ക് ഒരു പക്ഷേ എത്താനുള്ള പല സോഴ്സുകളുണ്ട്, അത് മാധ്യമങ്ങളും ആവാം. അതിന് സമയമുണ്ട്. ഞാൻ പറഞ്ഞത് ഇപ്പൊ എത്തണമെന്നല്ല, അതിന് സമയം കൊടുക്കണം. കാരണം ഇപ്പൊ കോടതിയിൽ ഇരിക്കുന്ന കേസാണ്. അതിനൊക്കെ അപ്പുറം ഇന്ന് രാഹുലിനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വളരെ വികൃതമായിട്ട് ഈ 13 ദിവസത്തെ ഡിപ്രഷനൊക്കെ അടിച്ചു വരും. പക്ഷെ വളരെ സുന്ദരനായിട്ട് ഈ പറഞ്ഞ വെളുത്ത്, കുറച്ചുകൂടെ വെളുത്ത്, ഒരു കുറ്റബോധവും ഇല്ലാണ്ട് തെളിഞ്ഞ ചിരിയോടെ കുറച്ച് നന്നായെന്ന് തോന്നുന്നു. ആരോഗ്യമൊക്കെ കുറച്ചുകൂടെ നന്നായി. 13 ദിവസത്തെ എന്തോ സുഖവാസമായിരുന്നു, എന്തോ നന്നായിട്ടാണ് രാഹുലിനെ കാണാൻ കഴിഞ്ഞത്. അപ്പൊ ആ ഒരു ശരീരഭാഷയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഒരു പക്ഷേ രാഹുലിന് അനുകൂലമായിട്ട് എന്തൊക്കെയോ ഉണ്ട്. ഇന്ന് വളരെ പ്ലസന്റ് ആയിട്ടാണ് രാഹുലിനെ ആദ്യത്തെ ഒരു കേസ് വന്ന് ഈ പറയാം, ആദ്യം രാഹുൽ പാലക്കാട്ടൊക്കെ ഇറങ്ങിയപ്പോ നമുക്കറിയാം അതിൽ പകുതി ഇല്ലായിരുന്നു. കാരണം ഈ പറഞ്ഞ ശാരീരികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അവസ്ഥയിൽ ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലായി. പക്ഷെ ഇന്നത്തെ രാഹുലിനെ നമ്മൾ അല്ല, അതിനേക്കാളും കേസ് ഇപ്പൊ കോടതിയിൽ എത്തിയില്ലേ, ജനം മുഴുവനും അറിഞ്ഞില്ലേ. ആ ഒരു വലിയ സമ്മർദ്ദത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തി പക്ഷെ വളരെ ഈ പറഞ്ഞ ശാരീരിക ഭാഷയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ വെളുത്ത് ഒന്ന് ആരോഗ്യവാനായിട്ട് നല്ല ഉന്മേഷവാനായിട്ടാണ് കാണാൻ സാധിച്ചത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, ഒരു പക്ഷെ എന്തൊക്കെയോ രാഹുലിന്റെ ഭാഗത്ത് നീതി പോകുന്നുണ്ട് എന്നുള്ളത്. ഏതായാലും രാഹുൽ വരുമോ എന്നുള്ളതിന്, അതും ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂർ, അവസാന നിമിഷമാണ് വന്നത്. കാരണം ആ തെരഞ്ഞെടുപ്പിനെ ബാധിക്കരുതെന്നൊരു ചിന്താബോധം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം വന്നു കഴിഞ്ഞ് മറ്റെന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല അന്ന് അവിടെ നിന്ന
സ്ഥാനാർത്ഥി ഉൾപ്പെടെ പറഞ്ഞ് രാഹുൽ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ എത്തും എന്നുള്ളത്. അതൊക്കെ ഒരു പ്രതീക്ഷയാണ്. ഒരു പക്ഷെ പാലക്കാട്ടുകാർ ഒരുപാട് രാഹുലിനെ സ്നേഹിക്കുന്നവരുണ്ട്, രാഹുലിനെ വിശ്വസിക്കുക. കാരണം അവരുടെ പൊതുമുതലൊന്നും കട്ടുമുട്ടിച്ചിട്ടില്ല. ജനപ്രതിനിധി അയാളുടെ സ്വകാര്യത നിറഞ്ഞ ജീവിതം പബ്ലിക്കായി എന്നുള്ളത് മാത്രമേ ഇപ്പൊ ജനങ്ങളുടെ ഇടയിൽ വരുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതില് ഈ ഒരു രാഹുൽ വിഷയം UDF LDF ഇതാർക്കാണ് നേട്ടമെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ UDFനും ഒരു ആഘാതം വന്നിട്ടുണ്ട്. കാരണം ആഘാതം വന്നത് രാഹുലിന്റെ വിഷയത്തിലല്ല, രാഹുലിനെ ഇത്തരത്തിൽ പലതരത്തിലുള്ള പിന്തള്ളി കീറി വലിക്കാൻ ഏറ്റവും അധികം മുൻപന്തിയിൽ നിൽക്കുന്ന UDF കോൺഗ്രസ് പ്രവർത്തകർ, അവരുടെ ഇടയിലേക്കാണ് ഇന്ന് രാഹുലിന്റെ ഒരു വോട്ടിട്ടേക്കുന്നത്. കാരണം ഈ ഒരു വിഷയം വന്നപ്പോൾ മുതലേ എടുത്തുചാട്ടമാര് VD സതീശനടക്കം എന്റെ മകളെ പോലെയാണ് എന്ന് പറഞ്ഞ് റീനയെ ചേർത്ത് പിടിക്കുന്ന രംഗം അടുത്തടുത്ത ദിവസങ്ങളാണ്. കാരണം നേരത്തെ പ്രീ പ്ലാൻഡ് ആയിരുന്നു എന്ന് പല ജനവും ചോദിക്കുന്നുണ്ട്. അത്തരത്തിൽ അതിലെ കോൺഗ്രസിൽ ഒരു വളഞ്ഞിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു രാഹുലിനുണ്ടായത്. ആ ഒരു ആക്രമണത്തിലെ ആഘാതം UDFന് സംഭവിച്ചിട്ടുണ്ട്. കാരണം ഒരു നല്ലൊരു യുവ നേതാവ്, ഒപ്പം ഈ അഴിമതി, ഈ കൊള്ള അല്ലെങ്കിൽ നാട്ടുകാരെ കട്ടുമുടിപ്പിക്കൽ ഇതല്ലല്ലോ, ഇത് അദ്ദേഹത്തിന്റെ സ്വകാര്യത നിറഞ്ഞ ജീവിതം. അത് ബലാത്സംഗം എന്നും വലിയൊരു രീതി എന്നും പറയുമ്പോൾ ഇപ്പോൾ അതിന്റെ ആഘാതം കുറഞ്ഞുകൊണ്ട് വരികയാണ്. ഇപ്പൊ രണ്ടാമത്തെ പരാതി പോലെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 4 വൈരുദ്ധ്യങ്ങളാ. ഒന്ന് KPCCക്ക് എന്തിനു അയച്ചു എന്നാണ് കോടതി ചോദിച്ചത്. ഈ 2 വർഷം ഈ പെൺകുട്ടി എവിടെ പോയിരുന്നു? ഒരു പരാതി KPCCക്ക് കൊടുത്ത പരാതിയിൽ പറയുന്നു എനിക്ക് രാഹുലിനെയും പിന്നെയും പേടിയായതുകൊണ്ടാണ്. പക്ഷെ മറ്റേ പരാതിയിൽ പറയുന്നു രാഹുൽ എന്തെങ്കിലും വിവാഹം ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, അതുകൊണ്ടാണ് പരാതി കൊടുത്തത്. അപ്പൊ പീഡിപ്പിച്ച ആളിനെ വിവാഹം ചെയ്യുന്നു. ഇതൊക്കെ ഒരുപാട് പരസ്പര വൈരുദ്ധ്യങ്ങളുണ്ട്. ചോദിക്കട്ടെ, ഒരു വ്യക്തി ഒരു 4 പേരെ കൊന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി വരികയാണ്. ഈ 4 പേരെ കൊന്നു എന്ന് പറഞ്ഞ പരാതി വന്നതില് 3 എണ്ണം കള്ള പരാതിയായിരുന്നു, 1 യഥാർത്ഥത്തിലുള്ള പരാതിയാണ്. അപ്പോ ഈ വന്നിട്ടുള്ള 4 പരാതിയിൽ 3 എണ്ണം കള്ള പരാതി ആയതുകൊണ്ട് 4ാമത്തേതും അത് അങ്ങനെ തന്നെ അത്തരത്തിലൊരു വാദത്തിലേക്കാണ്. ഒരിക്കലുമില്ല. 1 എണ്ണം ചെയ്താലും 4 എണ്ണം ചെയ്താലും തെറ്റ് തന്നെയാണ്. 3 എണ്ണത്തിൽ അത് ഞാൻ ഇന്ന് എനിക്ക് തോന്നുന്നു റിപ്പോർട്ടറിൽ സുജയ പറഞ്ഞത് ഞാൻ എടുത്തു പറയുന്നു. നമ്മൾ 100 ഗുണങ്ങൾ ചെയ്തിട്ട് ഒരു തെറ്റ് ചെയ്താൽ തെറ്റ് മാത്രമേ ജനത്തിന് മുന്നിൽ നിൽക്കൂ. അതുപോലെ തന്നെയാണ് നീതിപീഠത്തിന്റെ മുന്നിൽ നമ്മൾ ബാക്കി 5 എണ്ണം വന്നിട്ടും 4 എണ്ണവും മേഘ പറഞ്ഞതുപോലെ അത് ആളുടെ ഭാഗത്ത് തെറ്റില്ല ശരിയാണെന്നുണ്ടെങ്കിൽ അവസാനത്തെ ഒരെണ്ണം തെറ്റ് ചെയ്തെങ്കിൽ തെറ്റ് തന്നെയാണ്, ശിക്ഷ കടുത്തത് തന്നെയായിരിക്കും. കൊലപാതകത്തിന്റെ ജീവപര്യന്തം തന്നെ കിട്ടും. അതുപോലെ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് നിലവിലുള്ള രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല. കാരണം ഒരു രാഷ്ട്രീയ നേതാവ് ഒരിക്കലും അവിവാഹിതനായ ഒരു രാഷ്ട്രീയ നേതാവ് ഇത്തരത്തിലുള്ള എന്നാ ചോദിക്കും ലിവിങ് ടുഗദർ കോടതി നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ അനുവദിച്ചിട്ടില്ലേ, അല്ലെങ്കിൽ ഇഷ്ടമുള്ളവരുടെ കൂടെ ജീവിതം പങ്കിടാൻ സ്വാതന്ത്ര്യമില്ല. ഇതൊക്കെ പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവ് പാലിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അത് അദ്ദേഹം പാലിക്കണമായിരുന്നു. ഇപ്പൊ ഒരു വ്യക്തിയായിട്ടൊക്കെ ഇതുണ്ട് എന്ന് പറഞ്ഞാൽ അതൊന്നും വലിയ പ്രാധാന്യം ഉണ്ടാവത്തില്ല. ഒന്നിലധികം പെൺകുട്ടികൾ ഗർഭചിത്രം ഒന്നുമില്ല. ഇന്നിപ്പോ ഫെന്നി മറ്റേ ജോബി ജോസഫ് പറഞ്ഞ ആ പെൺകുട്ടി തന്നെ ആ മരുന്നിന്റെ ഇത് ലിസ്റ്റ് എല്ലാം കൊടുത്ത് അതിന്റെ മെസ്സേജുകൾ അടക്കം വരുന്നുണ്ട്. അതൊന്നും അതിലില്ല. കാരണം അതെല്ലാം അവരുടെ കൺസേണോട് കൂടി തന്നെയാണ്. അത് രാഹുൽ തെളിയിക്കുകയാണെങ്കിൽ അത് അങ്ങനെയാണെങ്കിലും രാഹുലും അവിടെ കുറ്റക്കാരനാണ്, ആ പെൺകുട്ടിയും കുറ്റക്കാരിയാണ് എന്നുള്ള രീതിയിൽ വരും. തീർച്ചയായിട്ടും അങ്ങനെ വരും. കാരണം നമുക്കറിയില്ല, ഇപ്പൊ ജോബി ജോസഫിന്റെ തെളിവുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ആ തെളിവുകൾ ചാറ്റ് അടക്കം പെൺകുട്ടി ആവശ്യപ്പെട്ട ചാറ്റ് അടക്കം കൊടുക്കുകയാണെങ്കിൽ അത് കൺസേൺ ആയിട്ട് വരുന്നത് നമുക്കറിയാം. അല്ലെങ്കിൽ അത് രാഹുലിന്റെ മണ്ടയിലായിട്ട് തന്നെ വരും. ഇപ്പൊ രണ്ടാമത്തെ ഇതും ഉഭയകക്ഷി സമ്മതപ്രകാരം എന്നുള്ള രീതിയിലാണ് കോടതിയുടെ ഒരു അനുമാനം വരും. നമുക്കറിയില്ല, കൂടുതൽ ഡീറ്റെയിൽസ് ഇനി വിചാരണയിലേക്ക് പോകും. ശിശുഹത്യ ഇവിടെ കുറ്റം തന്നെയാണ്. ശിശുഹത്യ കുറ്റമാണെങ്കിൽ മറ്റേ പെൺകുട്ടി അതിന് തുല്യമായിട്ടുള്ള ഇതായിരിക്കും വരുന്നത്. അതെന്ത് തന്നെയാണ്, അതിപ്പോ കോടതിയുടെ പരിധി നിൽക്കുന്നതാണല്ലോ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇപ്പൊ എന്താണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ താണ്ട PT കുഞ്ഞു മുഹമ്മദിന്റെ കാര്യത്തിൽ 12 ദിവസമായിട്ട് മൊഴിയെടുപ്പ് വരുന്നത് തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്ന്. ഇന്ന് മറ്റേ കുക്കു പരമേശ്വർ എന്താ പറഞ്ഞ, ഞങ്ങളുടെ ഇതിനകത്ത് വന്ന സംഗതി ആയതുകൊണ്ട് ഞങ്ങളുടെ ഇടയിൽ തന്നെ ഒരു കോടതി തീർത്തോളാന്ന്. അപ്പം കോൺഗ്രസ്സുകാർക്ക് വേറൊരു കോടതിയും കമ്മ്യൂണിസ്റ്റുകാർക്ക് വേറൊരു കോടതിയും. അതെവിടെയാണ് ശരിയാവുന്നത്? അത് ശരിയല്ല. ഇപ്പൊ ഈ രാഹുലിന്റെ വിഷയത്തിൽ രാഹുലിനെ വെട്ടിലാക്കിയ CPM BJP ഒന്നുമല്ല, രാഹുലിനെ വളഞ്ഞിട്ട് ആക്രമിച്ച കോൺഗ്രസ്സുകാരാണ്. കാരണം ഈ ചില മുതിർന്ന നേതാക്കന്മാർക്ക് ഒരു കുഴപ്പമുണ്ട്, അവരെക്കാളും മുന്നിലോട്ട് ഒരാൾ കയറി പോകരുത്. മറ്റേ പെരുന്തച്ചന്റെ കഥ പെട്ടെന്ന് ഓർമ്മ വരുന്നു. അപ്പൊ അങ്ങനെ പോകരുത് എന്ന് പറഞ്ഞാൽ അടിക്ക് തന്നെ വെട്ടിയിട്ട് കൊടുത്തു എന്നുള്ളത്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് സരിതയുടെ കേസ് വന്നപ്പോ എത്ര പേരാണെന്ന് ക്യൂ നിന്ന് പീഡിപ്പിച്ചെന്നാ പറഞ്ഞത് അല്ലെ? കൂട്ട ബലാത്സംഗം, മറ്റേ എന്തോ മറ്റേ അവിടെ ബോട്ടിൽ പോയി ഇത് എത്ര പേര് KC വേണുഗോപാലിന്റെ പേരിലെ, പിന്നെ ഈ പറയുന്നത് പോലെ അടൂർ പ്രകാശിന്റെ എത്ര പേരുടെ പേരിലാണെന്ന് പീഡന പരാതി വന്നത്
പറയുന്നത്. അപ്പൊ അവരൊക്കെ അന്ന് മിണ്ടാതാണല്ലോ വരുന്നത്. രാഹുൽ മിണ്ടാത്തത് കൊണ്ട് രാഹുലിനെ പുറത്താക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഉണ്ട് ഇത്തരത്തിലുള്ള ഇത്. രാഹുൽ എന്ന് പറയുന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും ഇത്തരത്തിലുള്ള ചുറ്റിക്കളി. ഇന്ന് മുഖ്യമന്ത്രി പറയുന്ന കേട്ട് എന്തോ ശ്രീലമ്പടൻ എന്ന്, കൂടെ ഇടതും വലതും ഫ്രണ്ടിലും ഒക്കെ ഇരിപ്പുണ്ട്, എന്നിട്ട് പറയാ ശ്രീലമ്പടൻ എന്ന്. അപ്പൊ ഇത് ഈ പറയുന്നത് പോലെ ഇത് ജനത്തിന് ഏകദേശം മനസ്സിലായി. ഇത് ഇപ്പൊ രാഹുലിന് ആദ്യം ഒരു ഷോക്ക്, കാരണം അദ്ദേഹം മാന്യൻ എന്ന് പറയുന്ന ഒരു സമൂഹത്തിന് മുന്നിൽ നിന്നപ്പോ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ യഥാർത്ഥ മുഖം അഴിഞ്ഞു വീണതിന്റെ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു പരിധി ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഒരു ഫീലിക്സ് പക്ഷിയെ പോലെ രാഹുൽ ഉയർത്തെഴുന്നേറ്റ്. ഇനി 10 വന്നാലും രാഹുലിന് ഇനി പ്രശ്നമില്ല, കാരണം അത് കൈകാര്യം അറിയാം. കാരണം ഇത് ഉഭയകക്ഷി സമ്മതപ്രകാരം ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് കോടതിക്ക് ഒരിക്കലും ഒരാളെ തെറ്റുകാരനാക്കാൻ പറ്റത്തില്ല. അതല്ല, ഇതിനകത്ത് കൃത്യമായിട്ടുള്ള പീഡനം ഉണ്ടെങ്കിൽ അതിന് തെളിവുകൾ കൊടുക്കണം കോടതിയുടെ മുമ്പിൽ. ഇന്നിപ്പോ രാഹുൽ വന്നത് നിവർന്നു നിന്ന് വളരെ സുന്ദരനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം രാഹുലിന്റെ നീതി അല്ലെങ്കിൽ രാഹുലിന്റെ സത്യം വെളിച്ചത്ത് കൊണ്ടുവരാൻ അറിയാം എന്നുള്ളത് തന്നെയാണ്. ഇനി കോൺഗ്രസ് എത്ര അകറ്റി നിർത്തി എന്ന് പറഞ്ഞാലും ഒരു പരിധിവരെ കോൺഗ്രസ് പ്രവർത്തകർ അധികവും രാഹുലിന്റെ പക്ഷത്തുള്ളവരാണ്. അവർക്കറിയാം. ഇപ്പൊ രണ്ടാമത്തെ ഇതും കൂടെ വന്നപ്പോഴത്തേക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ KPCC അധ്യക്ഷനടക്കം എന്താണ് പറഞ്ഞത്, ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള പരാതിയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയത്തിലെ രാഹുൽ എവിടെയെന്ന് പറഞ്ഞ തരിച്ചിലായിരുന്നല്ലോ. മാധ്യമ പ്രവർത്തകരും പോലീസുകാരും മാത്രമാണ് രാഹുലിനെ കണ്ടപ്പോ തോന്നുന്നത്. മാത്രം സത്യമാണ്. എനിക്ക് തോന്നുന്നു ഈ റിപ്പോർട്ടേഴ്സൊക്കെ രാഹുലിനെ തന്നെ, ഈ പോലീസുകാരൊക്കെ കർണാടക, തമിഴ്നാട്, ഇന്ന് ഞാൻ രാഹുലിനെ വീഡിയോയിൽ കണ്ടപ്പോ വെളുത്ത് ഒരു സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഈ ടാനൊക്കെ അടിച്ചു കാണും, കറുത്തൊക്കെ പോയി കാണുന്നു. പക്ഷെ ഒരു കോട്ടവും സംഭവിക്കാതെ വെളുത്ത് നല്ല സുന്ദരനായിട്ട് വരുന്ന രാഹുലിനെ നിറത്തിന്റെ മാത്രല്ല മുഖത്തുള്ള ഒരു പ്രസരിപ്പുണ്ടല്ലോ, ചിരിച്ചുകൊണ്ട് നല്ല ആരോഗ്യകരമായിട്ടാണ്. ഇലക്ഷൻ ഒക്കെ പോകുമ്പോ ഒരു സ്ഥാനാർത്ഥിയുടെ മുഖത്തുണ്ടാവുന്ന ഒരു ഭാവം ഉണ്ടാവുമല്ലോ, അതായത് ജനങ്ങളെ എങ്ങനെ പ്ലീസ് ചെയ്യണം എന്ന് അറിയുന്ന ഒരു ഭാവം. അത് മാത്രമല്ല, ഇത്രയും മാധ്യമങ്ങൾ ഇട്ട് തട്ടിയിട്ട് ചിരിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ നിൽക്കുമ്പം അവർക്കുണ്ടാവുന്ന ഒരു ഫ്രസ്ട്രേഷൻ ആണ് ഇപ്പൊ ആലോചിക്കുന്നത്. ആ വന്ന ക്യാമറമാൻസ്, ദൈവമേ ഇവനെ ഇത്രയിട്ട് ഞങ്ങൾ പറഞ്ഞിട്ട് ഇവൻ ചിരിച്ചുകൊണ്ട് ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ആ ഒരു, ശരിക്കും പറഞ്ഞ രാഹുൽ ഇപ്പൊ കൊടുക്കുന്ന ഒരു കൊടുപ്പുണ്ട്. അത് ഈ ചില ചാനലുകൾ അത് താങ്ങുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ പരാതി തന്നെ ജാമ്യം കിട്ടിയപ്പോഴേ പല ചാനലുകളും തളർന്നു പോയി. തളരരുത് മക്കളെ, തളരരുത്. കാരണം ഇത് കുറച്ചുകൂടി കൊണ്ടുവരണം. കാരണം ഇപ്പൊ നമ്മള് രാഹുലിന്റെ പക്ഷത്തു നിന്ന് സംസാരിക്കുകയല്ല, പക്ഷെ ചിലത് ഓവറാണ്. കാരണം വലിച്ചു കീറൽ എന്ന് പറഞ്ഞ ഓവർ. നമ്മൾ ചില പക്ഷങ്ങൾ നോക്കണം, രണ്ട് പക്ഷം നോക്കണം. ഇതിലെങ്ങനെയാണ് കേസ്, കാരണം രാഷ്ട്രീയ പ്രേരിതമാണ്, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിനുള്ള റിയാക്ഷൻ തരണല്ലോ. രാഹുൽ ഇന്നും ഒന്നും സംസാരിച്ചില്ല. ഇതിനു മുന്നേ ഏതെങ്കിലും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഏർപ്പെട്ട MLA-മാരോ മന്ത്രിമാരോ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് ഒരു തെറ്റ് പറയേണ്ടി വരുന്നത്. അതായത് മുന്നിലുള്ളവർ പ്രതികരിക്കാത്തത് കൊണ്ട് ഇനിയുള്ളവർ അങ്ങനെ തന്നെ മതി എന്ന് പറയുന്നിടത്താണ് തെറ്റ്. നമ്മൾ പറയേണ്ടടുത്ത് അപ്പോൾ ഇതുവരെ പ്രതികരിക്കാത്ത പാർട്ടിക്കാര് പറയുന്ന എന്തിനാണ് ഇനി പ്രതികരിക്കണോ? അത് ഒരു ചോദ്യമാണ്. ഈ കോൺഗ്രസിലുള്ള ആൾക്കാർ പ്രതികരിക്കാത്ത പാർട്ടിക്കാരെ നിലനിർത്തിക്കൊണ്ട് ആ കോൺഗ്രസിലുള്ളവർക്കോ CPM-ലുള്ളവർക്കോ പറയണോ ഞങ്ങൾ ആരും പ്രതികരിച്ചിട്ടില്ല, ഇനി നിങ്ങൾ പ്രതികരിക്കണോ? അത് നടക്കുന്ന കാര്യമല്ല. അപ്പം ആ പ്രതികരണം എന്നുള്ളത് അവനവന്റെ ഇതാണ്. കാരണം ഇതിപ്പോ കോടതിയിൽ നിൽക്കുന്ന കേസാണ്. രാഹുൽ പറഞ്ഞിട്ടുണ്ട് ഇത് എന്തെങ്കിലും ഞാൻ പറയുന്നുള്ളൂ, അതിന് സാവകാശം കൊടുക്കുക. തീർച്ചയായിട്ടും രാഹുൽ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. രാഹുലിന്റെ ഭാഗത്തും സ്വകാര്യ ജീവിതത്തിലാണെങ്കിൽ പോലും മിസ്റ്റേക്കുകൾ, അത് തിരിച്ചു വരുവാൻ രാഹുൽ അത് ജനങ്ങളുടെ മുൻപിൽ, കാരണം ജനങ്ങൾ ജയിപ്പിച്ച ഒരു പാർലമെന്ററി അംഗമാണ് നിങ്ങൾ, ജനങ്ങൾ ജയിപ്പിച്ച ഒരു ജനപ്രതിനിധിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ ആ തെറ്റ് ഏറ്റു പറയണം, തിരിച്ചു നല്ലൊരു പൊളിറ്റീഷ്യനായിട്ട് തന്നെ തിരിച്ചു വരണം എന്നുള്ളതാണ്. കാരണം ഇതില് ഞാൻ ഇപ്പോഴും പറയുന്നു, ഇതില് ബലാത്സംഗം, പീഡനം, വഞ്ചന ഒക്കെ ഉണ്ടെങ്കിൽ ഇനി ഒരു തെറ്റും അങ്ങനെ ഏറ്റു പറയേണ്ട, അങ്ങനെ ജയിലിൽ തന്നെ പോകണമെന്നേ ഞാൻ പറയാം. കാരണം ഞാൻ പെൺകുട്ടികളോടൊപ്പം തന്നെയാണ്. പക്ഷെ ഇതിൽ ഉഭയകക്ഷി സമ്മതപ്രകാരം എന്നുള്ള രീതിയിലാണ് കോടതിയുടെ ഒരു വിധി വരുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് രണ്ടുപേരെയും ഒന്നും പറയാൻ പറ്റത്തില്ല. അല്ല, കോടതിയുടെ വിധി ഇപ്പൊ ഈ പറയുന്നത് പോലെ പീഡനം മാത്രമല്ലല്ലോ വിഷയം, ഗർഭചിത്രം ഒക്കെ ഗർഭചിത്രം ഇപ്പം ഇവര് ജോബി ജോസഫ് തെളിവുകൾ സഹിതം കൊടുക്കുവാണെങ്കിൽ അത് രണ്ടുപേരുടെയും സമ്മതപ്രകാരമാണെങ്കിൽ പിന്നെ അതും കേസ് എങ്ങനെ? അല്ല, അങ്ങനെയാണെങ്കിലും കേസ് നിൽക്കാതിരിക്കില്ലല്ലോ. ഒരു കുഞ്ഞിനെ കൊല്ലുക എന്ന് പറയുന്നത് ഇവിടെ രണ്ടുപേരുടെയും അല്ല ഈ പറഞ്ഞതുപോലെ നമുക്ക്
നമുക്ക് ഇപ്പൊ ചർച്ച ചെയ്യപ്പെട്ട ആ ഒരു മാനത്തിലായിരിക്കില്ല മേ ബി ഒരു കോടതി വിധി വരുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ കളത്തിലിറങ്ങി തുടങ്ങി എന്ന് തന്നെയാണ് ഈ ഒരു വോട്ടെടുപ്പിന് എത്തിയതോടെ മനസ്സിലാകുന്നത്. ഒപ്പം രാഹുലിനെ കുറച്ച് പ്ലക്കാർഡുകൾ കാണിക്കുന്നുണ്ട്, ഒരു കോഴിയുടെ ഒരു ആട്ടുതൊട്ടിലിന്റെയൊക്കെ പ്ലക്കാർഡ്. അത് ഈ കാണിച്ചവരുടെ ഈ പറയുന്നത് IFFKയുടെ വേദിയിലും അതേപോലെ തന്നെ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ചില MLA-മാരുടെ ഓഫീസിലും കൂടെ വെച്ചിരുന്നാൽ അവർക്കും കൂടെ ഒരു അവബോധം ഉണ്ടാകുമെന്ന് ഞാൻ ഈ സമയത്തിൽ പറയുന്നു. പ്രത്യേകിച്ച് ഇനി IFFKയുടെ വേദിക്കകത്ത് 1, 2, 3 എണ്ണം ഇരട്ടി അവൾക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്.